നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധി. പൂരം സെൻട്രൽ കമ്മിറ്റി ഞായറാഴ്ച പ്രതിഷേധ ജാഥ നടത്തും. കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. മുത്തുള്ളിയാൽ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. വയലോര പ്രദേശങ്ങളിൽ ക്യാൻസർ പടരാൻ മുഖ്യ കാരണം രാസകീടനാശിനി പ്രയോഗമെന്ന് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ദയാഭായ് പറഞ്ഞു. കോടന്നൂർ നാച്ചുറൽ ലൈഫ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ദയാഭായ്. വാർത്തകൾ വിശദമായി. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധി. പൂരം സെൻട്രൽ കമ്മിറ്റി ഞായറാഴ്ച പ്രതിഷേധ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1443 വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധികളിൽ പ്രതിഷേധിച്ചാണ് പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4-ന് തിരുവള്ളക്കാവ് ക്ഷേത്രനടയിൽ നിന്ന് പ്രതിഷേധ ജാഥ നടത്തുന്നത്. പെരുവനം ക്ഷേത്രം പടിഞ്ഞാറേ നടയിലാണ് സമാപനം. പൂരത്തിൽ പങ്കെടുക്കുന്ന 24 ഘടക ക്ഷേത്രങ്ങളിലുള്ള ഭാരവാഹികൾ, ഭക്തജനങ്ങൾ, പൂരാസ്വാദകർ, മറ്റു ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും പങ്കെടുക്കും. 7 ആനകൾ അണിനിരക്കുന്ന പെരുവനം നടവഴിയിൽ 5 ഗജവീരന്മാരായി ചുരുങ്ങിയാൽ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടും. രാത്രികളിലാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളും ചടങ്ങുകളും നടക്കുന്നത്. സമയത്തിന്റെ വിലക്കും പൂരങ്ങൾക്ക് മങ്ങലേൽക്കും. 50ഓളം ആനകൾ അണിനിരക്കുന്ന ആറാട്ടുപുഴ പൂരം കൂട്ടിയെഴുന്നള്ളിപ്പും പ്രതിസന്ധിയിലാകും. പൂരത്തിന്റെ സവിശേഷമായ തൃപ്രയാർ മകീരം പുറപ്പാട്, ചക്കം കുളങ്ങര വിളക്ക്, ഇടക്കുന്നി വിളക്ക് എന്നിവ നിയമം മൂലം നടത്താനും പറ്റില്ല. വാദ്യക്കാർ, ആനക്കാർ, പന്തൽ, ചമയം, വെടിക്കെട്ട് തുടങ്ങിയ മേഖലകളിലെ 6000 പേർക്ക് തൊഴിലവസരങ്ങളെ ബാധിക്കുന്ന സ്ഥിതിയുമുണ്ട്. പുതിയതായി കൊണ്ടുവന്ന നിയമങ്ങൾ മാറ്റി പഴയ രീതിയിൽ പൂരങ്ങൾ നടത്താൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് എ കുമാരൻ, വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി CS ഭരതൻ, അംഗങ്ങളായ PN ഗണേഷ്, K മാധവൻ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കോടതിയിൽ നിന്ന് ആന എഴുന്നള്ളിപ്പിനും പൂരങ്ങൾക്കും എതിരായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഉത്തരവുകൾ പ്രകാരം പ്രസിദ്ധമായിട്ടുള്ള പെരുവനം ആറാട്ടുപുഴ പൂരം, അതുപോലെ തന്നെ മിക്കവാറും എല്ലാ പൂരങ്ങളും എഴുന്നള്ളിപ്പുകളും നിൽക്കും എന്നുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം, തൃപ്പൂണിത്തറ ഉണ്ടായ സംഭവം. കോടതിയുടെ ഉത്തരവ് പാലിച്ചുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ അതിലെന്തോ ചെറിയ ആനകൾ തമ്മിൽ അകലത്തിലെന്തോ ചെറിയ വ്യത്യാസം വന്നു എന്നുള്ള പേരിൽ ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികളുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പൂരപ്രേമികളും വിശ്വാസികളും കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഈ പൂരം ഉത്സവം ആഘോഷങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് ഭേദഗതി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സർക്കാരുകൾ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇടപെട്ട് പുതിയതായി ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരുന്നതിനോ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം മൊത്തം പ്രതിഷേധം നടത്താൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി പല ക്ഷേത്രങ്ങളിലും അതാത് പ്രദേശത്ത് ഈ പ്രതിഷേധ റാലികളും മറ്റും നടന്നു വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മളെ പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ചേർന്ന് നാളെ, അതായത് 8-ാം തീയതി വൈകിട്ട് 4 മണിക്ക് തിരുവള്ളക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ പ്രതിഷേധ എന്താ പറയുക പ്രതിഷേധ ജാഥ നമ്മൾ പെരുവനത്ത് അമ്പലത്തിൻ്റെ പരിസരത്താണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ
നമ്മൾ പെരുവന ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള 24 ക്ഷേത്രങ്ങളും അതോടനുബന്ധിച്ചുള്ള അതിൻ്റെയൊക്കെ കീഴടങ്ങളും അതുപോലെയുള്ള ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് നാളെ ഉദ്ദേശിക്കുന്നത്. 1443 വർഷം എന്നുവെച്ചാൽ ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ പൂരാണ്. മലയാളം 1200 വർഷം. ഈ പൂരങ്ങൾ മുഴുവൻ ചിട്ടപ്പെടുത്തിയത് പെരുവനത്താണ്. ആനയെഴുന്നള്ളിപ്പ് ഇത്രയും പഴക്കമുള്ള ഒരു ആഘോഷം ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ കുംഭമേള കഴിഞ്ഞാൽ ഇത്രയും ഭക്തി നിർഭരമായിട്ട് ആചാരപരമായിട്ട് എല്ലാം കടുകട വ്യത്യാസമില്ലാതെ ഇപ്പോഴും നടന്നു പോരുന്ന ഒരു സംവിധാനമാണ് പെരുവന ആറാട്ടുപുഴ പൂരങ്ങൾ. ഇവിടെ പെരുവനം നമ്മൾ ശ്രദ്ധിച്ചാൽ പൂരം നടത്തുന്നവർക്ക് മുഴുവൻ കിഴക്കേ നടയാണ് നടവഴി. പൂരം നടത്തുന്നവർക്ക് കുഷാരിക്കൽ ഭഗവതി, ആറാട്ടുപുഴ ശാസ്താവ്, 2ാമത്തെ പൂരം, 3ാമത്തെ ചാത്തപ്പടം, പിന്നെ ഊരകം, ചേർപ്പം. ഈ 5 പേർക്ക് പൂരമുള്ളവർക്ക് കിഴക്കേ നടയാണ്. പൂരമില്ലാത്ത ദേവിത 18 പേര് വരുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മതിൽക്കകത്ത് വിളക്കാണ്. മതിൽക്കകത്ത് നമുക്ക് ധാരാളം സ്ഥലമുണ്ട്. ഈ പെരുവനം നടവഴി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ 7 ആനയ്ക്ക് നിൽക്കാവുന്ന പാകത്തിനാണ്. 8ാമത്തെ ആന നിൽക്കില്ല. ഈ ആനയ്ക്ക് ഇന്ന് കെട്ടുന്ന തലയെക്കെട്ടുകളും മറ്റും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും പെരുവനത്ത് തന്നെയാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് രാങ്ങാടൊക്കെ പോയാൽ നമുക്ക് രാങ്ങാട്ടുമണിക്കൊക്കെ പോയാൽ കാണാം. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു പെരുവനം പൂരം. അതുപോലെ മേളം, മഴമംഗലം, അങ്ങനെയുള്ള മഹാരഥന്മാർ ഇതിലൊക്കെ ഇടപെട്ടിട്ടാണ് ഇന്നത്തെ കാണുന്ന ഈ രീതിയിലുള്ള പഞ്ചാരിയോ മറ്റു മേളങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയത്. കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തു. മുത്തുള്ളിയാൽ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ചേർപ്പ് HDFC ബാങ്കിന് സമീപത്താണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ കാനകളിലൂടെ കയറിയിറങ്ങി അമ്മാടം ചേനം റോഡിന് സമീപം മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് നിൽക്കുകയായിരുന്നു. തകർന്ന വൈദ്യുതി കാലുകൾ KSB അധികൃതരെത്തി ഉയർത്തി നിർത്തി. ചേർപ്പ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വയലോര പ്രദേശങ്ങളിൽ ക്യാൻസർ പകരാൻ മുഖ്യ കാരണം രാസകീടനാശിനി പ്രയോഗമെന്ന് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ദയാഭായ് പറഞ്ഞു. കോടന്നൂർ നാച്ചുറൽ ലൈഫ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ദയാഭായ്. ഒരു സന്തോഷം ഇതാണ്. ഇന്ന് ഒരു വിധത്തിൽ പ്രകൃതിയിൽ നിന്നുമൊക്കെ ദൂരെ ദൂരേക്ക് ആളുകൾ ഓടി ഇനിയും എന്തെന്ന് ഓടുമ്പോൾ ഒരു കൂട്ടർ ഇപ്പോഴും തിരിച്ച് പ്രകൃതിയിലേക്ക് വരുന്നത് ഒത്തിരി സന്തോഷമാണ്. ഞാനിപ്പോൾ കൂടുതൽ മധ്യപ്രദേശിൽ ചെയ്യുന്നത് കൃഷിയാണ്. അതൊരു 8-10 ഏക്കറാണ്. അതെല്ലാം നീട്ടി പറയുന്നില്ല. പക്ഷേ അത് ഇറ്റ്സ് ആൻ ആൻസർ ടു ദ ക്രൈ ഓഫ് ദ മദർ എർത്ത്. ഇന്ന് നമ്മുടെ ഒരു ചുമതല ഈ കരയുന്ന ഭൂമിദേവിക്ക് ഒരല്പം ആശ്വാസം കൊടുക്കുകയും ആ കണ്ണുനീരൊക്കുകയും അതിനിങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്നാണ് ആവശ്യം. പിന്നെ ഇവരൊക്കെ ഒത്തിരി ഈ സേവന അല്ല. ഞാനൊരു പ്രമേയ ജീവിതം ജീവിച്ച ആളാണ്. എൻ്റെ പ്രമേയത്തിലകപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. അത് 3-ാം വയസ്സിൽ തുടങ്ങിയ പ്രമേയമാണ്. അതൊരു വ്യക്തിയോടല്ല. എൻ്റെ പപ്പ അന്ന് ഞങ്ങൾ ഇരട്ടയിലൊന്നും ഞാൻ പപ്പയുടെ കൂടെ കിടക്കുമ്പം പറഞ്ഞ ഒരു കഥ. അവിടെയാണ് എൻ്റെ പ്രമേയം തുടങ്ങുന്നത്. ഈ ഗാന്ധി അപ്പൂപ്പൻ കോട്ട് വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു മുണ്ടും എടുത്ത് ഒരു പോപ്പും പറിച്ച് കടി കൊണ്ടുള്ള ചെരുപ്പ് വിട്ട് ഇങ്ങനെ നടന്ന് ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് അറിയുന്നു. അവിടെയാണ് എൻ്റെ പ്രമേയം. എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ ലോകത്തേക്ക്, പുതിയ ആളുകളിലേക്ക് ഇറങ്ങിയുള്ള ഒരു ജീവിതം. എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള അവർക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ നമുക്ക് കഴിയുന്നത്ര ഓരോരുത്തർക്കും കഴിയുന്ന സംഭാവന എന്നുള്ള സഹായം നിങ്ങൾ ഇതുവരെ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഭാഗ്യം അതിന് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്കുള്ളതുപോലെ ഒരു സഹായം തീർച്ചയായിട്ടും ദയാഭായി ഏൽപ്പിക്കാവുന്നതാണ്. പ്രകൃതി ചികിത്സകൻ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, കോടന്നൂർ പ്രകൃതി ചികിത്സാ കേന്ദ്രം ഡയറക്ടർ തോമസ്, സിബി തോമസ്,
ജനാരോഗ്യം കൺവീനർ CC ജോസ്, ജോയിന്റ് കൺവീനർ അബ്ദുൾ റസാഖ്, ഫാദർ ജോസ് തത്രത്തിൽ, CV ജോസ്, ജോസ് ചാലക്കുടിയെ തുടങ്ങിയവർ പങ്കെടുത്തു. എരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷിച്ചു. 12 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് ചമയ പ്രദർശനമുണ്ടായി. ഷഷ്ഠി ദിവസം പുലർച്ചെ 5 മുതൽ അഭിഷേകം ആരംഭിച്ചു. 10 മുതൽ കാവടി സംഘങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി. ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു. വൈകിട്ട് ദിവ്യദർശനവും രാത്രി 9 മുതൽ കാവടി വരവുമുണ്ടായി. ആംബുലൻസ് എത്താൻ വൈകി കുഴഞ്ഞു വീണയാൾ ആശുപത്രിയിലെത്തും മുമ്പേ മരിച്ചു. അവണിശ്ശേരി തൈക്കാട്ടുശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ 52 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10:30 വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അംഗൻവാടിയുടെ പരിസരത്ത് ഭാരത് ഗ്യാസ് കമ്പനിയുടെ ഗ്യാസ് വിതരണത്തിനെത്തിയതായിരുന്നു സതീഷ്. ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ നാട്ടുകാർ പ്രദേശത്തെ പല ആംബുലൻസുകളെയും വിളിച്ചെങ്കിലും ആരും എത്തിയില്ലെന്നാണ് ആരോപണം. പിന്നീട് 20 മിനിറ്റുകൾക്ക് ശേഷം കണ്ടശാംകാവിൽ നിന്നും ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകർ എത്തി ഏങ്ങണ്ടിയൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന 12ാമത് നാദയോഗി ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന്റെ 7ാം ദിവസം സംഗീത ലഹരിയിൽ ആറാടി. രാഗധ്വനി തിരുവമ്പാടി സംഗീതജ്ഞന്മാരുടെ അഷ്ടപതിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കോഴിക്കോട് KP ഇന്ദുലേഖ, തീർത്ഥാജയൻ വിജയ് അരവിന്ദ്, സിഡ്നിയിൽ നിന്നും ദേവസ്ഥാനത്ത് എത്തിച്ചേർന്ന സംഗീതജ്ഞ വിജയ ഫണികുമാർ എന്നിവരുടെ കർണാടക സംഗീത കച്ചേരിയും ആസ്വാദികരമായിരുന്നു. വയലിനിൽ കലാമണ്ഡലം ശ്രീരാജും, മൃദംഗത്തിൽ കോട്ടയം മനോജ് കുമാറും, ഗഞ്ചിറയിൽ ഇരിങ്ങാലക്കുട മുരളീധരനും പക്കം വായിച്ചു. തുടർന്ന് ഏങ്ങണ്ടിയൂർ ദശപുഷ്പത്തിന്റെ തിരുവാതിരക്കളിയും ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ കേരള നടന ഗ്രാമത്തിൽ നിന്നെത്തിയ ഗുരു അംബികാമോഹനും ശബ്ന ശ്രീദേവിയും 17ഓളം ശിഷ്യകലാകാരികളും അവതരിപ്പിച്ച വള്ളി പരിണയം സംഗീത നൃത്തശില്പം കേരള നടന ശൈലിയിൽ അരങ്ങേറി. തുടർന്ന് ഗുരുവായൂർ ജ്യോതിദാസും സംഘവും അവതരിപ്പിച്ച ജയദേവ പഞ്ചരത്ന അഷ്ടപതിയും ഉണ്ടായിരുന്നു. ഹനുമാൻ ക്ഷേത്രത്തിൽ മണ്ഡലപൂജ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് ലക്ഷഹോമം നടക്കും. 24 വൈകിട്ട് 4-ന് താലം, ചെണ്ടമേളം, ചിന്തുപാട്ട്, തെയ്യം, കാവടി എന്നിവയുടെ അകമ്പടിയോടെ ഗ്രാമപ്രദക്ഷിണം നടക്കും. 25-ന് രാവിലെ സുബ്രഹ്മണ്യ പൂജ, വൈകിട്ട് നാഗയക്ഷിക്ക് രൂപക്കളം, 26-ന് രാവിലെ ഹനുമാൻ സ്വാമിക്ക് ലക്ഷാർച്ചന, രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. വൈകിട്ട് സമൂഹാർച്ചന, അഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, രൂപക്കളത്തിൽ നൃത്തം എന്നിവയുണ്ടാകും. മഠാധിപതി അനന്തു സുരേഷ്, ബഗീഷ് പൂരാടൻ, AN സിദ്ധപ്രസാദ്, വിപിൻ സാഗർ, അതുൽ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമുള്ള ക്ഷേത്രമാണ് വിനാശന ക്ഷേത്രം. ശ്രീ ചന്ദ്രാനന്ദ സ്വാമികളുടെ
സമപരമായി നാട്ടികയിൽ ഹനുമാൻസ്വാമി ക്ഷേത്രം നിലയിൽ വരികയും പിന്നീട് ക്ഷേത്രത്തിൻ്റെ മഠാധിപതിയായി സുരേഷ് സ്വാമി വരികയും അതിനുശേഷം ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചടങ്ങുകളും ക്ഷേത്രവും നടപ്പുകയുമെല്ലാം ഉണ്ടായി. മഹോത്സവം നവംബർ 16 മുതൽ ഡിസംബർ 26 വരെ ആണ് ഉള്ളത്. അഷ്ടദ്രവ്യമന ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, മഹാസ്ദർശന ഹോമം, ഇഷ്ടിപ്പ് ഹോമം, അഘോര ഹോമം തുടങ്ങിയ ഹോമങ്ങൾ കലശാഭിഷേകവും തുടർന്നു വരും. ഡിസംബർ 15-ാം തീയതി രാവിലെ 6 മണി മുതൽ ഹനുമാൻ സ്വാമിക്ക് ലക്ഷഹോമം നടക്കും. ആരാധനാലയങ്ങൾ തകർക്കാൻ കോടതി കൂട്ടുനിൽക്കരുതെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആരാധനാലയ സംരക്ഷണ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. RSSന്റെ തുരപ്പൻ പണികൾക്ക് ഏറ്റവും വലിയ ഒരു ഇരയായി തീർന്നത് രാജ്യത്തെ ഐക്യത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ച, പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രപിതാവിനെ തന്നെയാണ് അവർ വെടിവെച്ച് വീഴ്ത്തിയത്. അതിന്റെ കാരണമായിട്ട് അവർ തന്നെ സൂചിപ്പിച്ചത് ഇദ്ദേഹം നിലനിൽക്കുന്ന കാലത്തോളം സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് വലിയ പ്രസക്തി കിട്ടില്ല എന്നതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് അവർ മനസ്സിലാക്കിയ, അതാണ് അവർ ആദ്യമായിട്ട് തീർത്തു കളയുന്നത്. അവിടെ നിന്നാണ് അവരുടെ തടസ്സങ്ങൾ നീക്കുന്നത്. തടസ്സങ്ങളാണ് ആദ്യം സംഘപരിവാർ നീക്കിക്കളയുന്നത്. ഇങ്ങനെയാണ് എന്നതാണ് അതിനവർ സ്വീകരിച്ച രീതി തന്നെ. അതിന്റെ പ്രതീകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഈ കക്ഷി വരുന്നത്, അതായത് ഗോഡ്സെ വരുന്നത് ഗാന്ധിയെ വന്ദിക്കാനാണ്. ആദ്യം അദ്ദേഹം തോക്ക് കീശയിലിട്ടിട്ട് ഗാന്ധിയെ വന്ദിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. വന്ദിച്ചതിന് ശേഷമാണ് തോക്ക് കയ്യിലെടുത്ത് വെടിവെച്ച് കൊല്ലുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളുടെയും തുടക്കം. ആദ്യം വന്ദിക്കുകയും പിന്നെ വധിക്കുകയും ചെയ്യുക എന്നതാണ് സംഘപരിവാർ രീതി. വെൽഫെയർ പാർട്ടി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഹീം നാട്ടിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട്, ബഷീർ സെൻ, വാഹിദ് വലപ്പാട് എന്നിവർ സംസാരിച്ചു. തൃശൂർ ചേലക്കരയിൽ റോഡ് റോളർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചേലക്കര മേപ്പാടം എളനാട് റോഡിൽ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ പാടത്തേക്കാണ് റോഡ് റോളർ മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. വളവോട് കൂടിയ ഇറക്കമുള്ള സ്ഥലത്ത് അശ്രദ്ധമായി ഡ്രൈവ് ചെയ്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവ സമയത്ത് ചെറുവാഹനങ്ങളും സ്കൂൾ വണ്ടികളും കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി. പരിക്കേറ്റ ഡ്രൈവർ 32 വയസ്സുള്ള കുന്തിബിനെ ആദ്യം മേപ്പാടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. അയ്യന്തോളിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് അപകടം, 2 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 9 മണിയോടെ കളക്ടറേറ്റിന് മുൻവശം സിവിൽ ലൈൻ പാർക്കിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരൻ യുവാവിനും പരിക്കേറ്റു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഇവിടെ നടക്കുന്ന 4ാമത്തെ അപകടമാണിത്. സ്ഥിരം അപകടമേഖലയായ പ്രദേശത്ത് അമിത വേഗം നിയന്ത്രിക്കാനും നിയമലംഘനങ്ങൾ കണ്ടെത്തി അപകടം ഒഴിവാക്കാനും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധി. പൂരം സെൻട്രൽ കമ്മിറ്റി ഞായറാഴ്ച പ്രതിഷേധ ജാഥ നടത്തും. കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. മുത്തുള്ളിയാൽ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല.
വയലോര പ്രദേശങ്ങളിൽ ക്യാൻസർ പടരാൻ മുഖ്യ കാരണം രാസകീടനാശിനി പ്രയോഗമെന്ന് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ദയാഭായ് പറഞ്ഞു. കോടന്നൂർ നാച്ചുറൽ ലൈഫ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ദയാഭായ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.